ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ട് മാവൊക്കെ പരത്തിയിട്ടാണ് തയ്യാറാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി നമുക്ക് മാവ് ഡയറക്റ്റായിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഒറിജിനൽ ചപ്പാത്തിയുടെ പോലെ തന്നെ നല്ല പൊങ്ങി പൊള്ളച്ച് വരുന്ന രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുണ്ടെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കുന്നത് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസ്കോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അത്ര തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടി ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. കപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഗ്ലാസ്സിലൊക്കെ അളന്നെടുത്താൽ മതി. ഇനി ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഓയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഈ മാവുള്ളത്. ഒരുപാട് ലൂസായിട്ടും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടും പാടില്ല. നമ്മൾ പൊടിയെടുത്ത് അതേ അളവിലെടുക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ തവി വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നതിന് പകരം പാന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ആദ്യം മുതൽ നമ്മളിത് ചുട്ടെടുക്കുന്ന ആ സമയം വരെയും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. തീ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ പൊടി കലക്കി ഒഴിച്ചതായതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ 2 സൈഡും നമുക്ക് 2 തവണ വീതം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ശേഷം നമുക്കിത് ബബിൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ബബിൾസ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചട്ടകം കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് തവി വെച്ചിട്ടാണ് ചുറ്റിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഹോള് വന്നിട്ടാവും. അത് മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടില്ല. ഇനി മുഴുവനായിട്ടും പൊങ്ങി വരുന്നത് ഞാൻ അടുത്തത് ചുട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനെങ്ങനെയാണ് മാവ് ചുറ്റിച്ചു കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബബിൾസ് വരുന്ന സമയത്ത് പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ബബിൾസ് വന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ട് നല്ല രീതിയിൽ ലെയറായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പാനിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്ടിയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചൂടുണ്ടാവരുത്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാൻ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊള്ളച്ച് വരും കേട്ടോ. നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ അതിന് ഹോള് വരാൻ സാധ്യത ഉണ്ടായിട്ടാണ് അതും ഫുള്ളായിട്ട് പൊങ്ങി വരാത്തത്. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് സാധാരണ ചപ്പാത്തി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്